നമ്മുടെ വിശ്വാസം നമുക്ക് 4 തരത്തിൽ വിശ്വാസം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. 4 തരത്തിൽ. എന്താണ്? ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വഴി ആണ് നമ്മൾ വിശ്വാസം നമ്മൾ എക്സ്പ്രസ് ചെയ്യണത്, വെളിപ്പാക്കണത്. പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്നത് ഈടുവെപ്പ് കുറവായിരിക്കും. പ്രാർത്ഥന ചെയ്യും. ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ല, ഞാൻ 150 വിശ്വാസ പ്രമാണം ചെല്ലിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈടുവെപ്പില്ല. ഈടുവെപ്പില്ല. നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ അകത്ത് ഒരു ഡിപ്പോസിറ്റ് ഒന്നും വരണില്ല. നാക്ക് കൊണ്ട് ഇങ്ങനെ കുത്തിയിരുന്ന് എവിടെയെങ്കിലും ലൈറ്റ് ഫാനൊക്കെ ഇട്ടുകൊണ്ട് ഉള്ളൊരു പരിപാടിയായിട്ടാണ് പ്രാർത്ഥന മാറ്റുന്നത്. നമുക്ക് നട്ടയില്ലല്ല, നമുക്ക് നട്ടയില്ല. എൻ്റെ അത് നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുക മാത്രമേ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ നിരത ദ്രവ്യം കിട്ടണം, ദ്രവ്യം ഉണ്ടാകണം. പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവത്തിന് ഈ സംഭവം എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് വേണം, ഡ്യൂട്ടി അടിക്കണം ഈ സംഭവത്തെ. എന്ന് വെച്ചാൽ നമ്മൾക്ക് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആൾക്കാർക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഞാൻ 39 വർഷത്തെ കുർബാന എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം അതിൻ്റെ അകത്ത്. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് സംപ്രീതമായി തോന്നിയുകൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന ആരാധനകൾ, എന്തെല്ലാം കാര്യമാണ് ഇതിൻ്റെ ഈടുവെപ്പ് കൊടുക്കുന്നത്. അപ്പം ചെക്ക് എഴുതി കഴിഞ്ഞാൽ അത് വണ്ടി ചെക്കാകത്തില്ല.